ഞാൻ എന്തിനീ കോൾ ഒഴിവാക്കണം? എടുക്കാം. പ്രഭേ, ഞാൻ ചന്ദ്രമതിയാ. മനസ്സിലായി. നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടില്ല. മടിച്ച ഞാൻ പ്രഭയെ വിളിച്ചത്. പ്രഭ എടുക്കുമെന്ന് സംശയം തോന്നി. ആദ്യം ഫോൺ എടുക്കാത്തപ്പോ വലിയ വിഷമമായി. ഇപ്പതാ സന്തോഷമായി. എന്തിനാ വിളിച്ചത്? അത് പറയണം. വിളിച്ചത് എല്ലാത്തിനും മാപ്പ് പറയാനാ. ഒരു മാപ്പ് പറച്ചില്ല തീരുവല്ല. ഇല്ല, പക്ഷെ അപരാധം ചെയ്തവർക്ക് പ്രായശ്ചിത്തം അതേ ഉള്ളൂ പ്രഭ മാർഗം. അല്ലെങ്കിൽ പകരം ശിക്ഷ ഏറ്റുവാങ്ങുക. അതിനും തയ്യാറാ ഞാൻ. ശിക്ഷിക്കാനും രക്ഷിക്കാനും ഒക്കെ ഞാനാരാ? എന്നെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാ ഞാൻ. പ്രഭേ, എല്ലാം ക്ഷമിച്ചു എന്നൊന്ന് പറയാവോ? എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ആത്മാർത്ഥതയില്ലാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാ. ശരി, പ്രഭ എന്തെങ്കിലും എനിക്ക് മാപ്പ് തരുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ശരി, കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രഭയ്ക്ക് സുഖാണോ? മറ്റെന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? സുഖമുണ്ടോന്ന് ചോദിക്കുന്നത് സകല മനുഷ്യരും സ്നേഹത്തോട് ചോദിക്കുന്ന ചോദ്യമല്ലേ പ്രഭേ? അതിനൊരു ഉത്തരം തന്നൂടെ? എന്റെ മനസ്സിലെ സ്നേഹമെല്ലാം പോയിന്ന് കരുതിയാ മതി. പ്രഭയ്ക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഇല്ല. പ്രഭ ചോദിക്കുന്നില്ലെങ്കിലും ഞാൻ പറയാം. ഞങ്ങള് ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി. ഇനി കുറച്ചു ദിവസം ഇവിടെ കാണും. പിന്നെ അവിടുത്തെ ചില സംഭവങ്ങളൊക്കെ അറിഞ്ഞു. വിഷമമുണ്ട്. ഇത് സിദ്ധുവിനെ അപകീർത്തിപ്പെടുത്താൻ ആരോ ചെയ്തതാവും. പ്രഭേ, എന്നോടുള്ള ശത്രുത എന്നെങ്കിലും തീരുമോ? നിന്നെക്കാളും വലിയ ശത്രു ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് മറ്റ് ശത്രുക്കളെ ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല. പ്രഭേ, സിദ്ധാർത്ഥനൊരു പാവ. സിദ്ധാർത്ഥനെ ഒരിക്കലും അവിശ്വസിക്കരുത്. ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. ദൂരെ നിന്ന് കാണുമ്പോ പലതിനും ഭംഗി കൂടും. പ്രഭേ, ഞാനൊരു കാര്യം പറയട്ടെ? സോറി, എനിക്ക് തിരക്കുണ്ട്. ശരി, ഞാൻ പ്രഭയെ ശല്യപ്പെടുത്തുന്നില്ല. ഫോൺ വെക്കുക. ശരി. അമ്മേ, ചന്ദ്രമതി ആന്റിയോടാണല്ലേ സംസാരിച്ചത്? അതെ. ബന്ധം പുതുക്കാൻ വന്നേക്കുന്നു. അമ്മ അച്ഛനെ കുറിച്ച് ആ രീതിയിൽ പറയണ്ടായിരുന്നു. പിന്നെ എന്തു പറയണമായിരുന്നു? അല്ല, കേൾക്കുമ്പോ മനസ്സിലാവും ശത്രു എന്ന് അമ്മ ഉദ്ദേശിച്ചത് അച്ഛനെ തന്നെയാണെന്ന്. അത് സത്യമല്ലേ? ഉള്ള കാര്യം ഞാൻ എന്തിനാ മൂടി വെക്കുന്നത്? അറിയട്ടെ. അവളും ഭർത്താവും കൂടി ചേർന്നല്ലേ എല്ലാം തുടങ്ങി വെച്ചത്. പക്ഷെ അമ്മേ, അമ്മ കണ്ടില്ലേ, നമ്മുടെയൊക്കെ മുന്നിൽ വെച്ചല്ലേ ആ തനുജയെ മുടിക്ക് കുത്തിപ്പിടിച്ചോണ്ട് പോയത്. അതീന്ന് മനസ്സിലാക്കാലോ അച്ഛൻ അവളോട് പരിഗണനയോ സ്നേഹമോ ഒന്നുമില്ലാന്ന്. കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വെളിവാകുന്നത് വരെ എനിക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ സിദ്ധു അഭിനയിച്ചത് നാടകമാണോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ട്. അമ്മ ഒന്നും സംശയിക്കണ്ട അമ്മേ. അച്ഛൻ ശത്രുവല്ല, തെറ്റ് ചെയ്യുന്ന ആളുമല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ജീവിതം അവസാനിക്കാറായി എന്നാ തോന്നുന്നത്. ഇനിയും ഇങ്ങനെ അപമാനം സഹിച്ച് ജീവിക്കേണ്ടി വരുന്നതിലും നല്ലത് തീർന്നു കിട്ടുന്നതാ. അമ്മേ, അങ്ങനെയൊന്നും ചിന്തിക്കാതെ. ഇവിടെ ആർക്കും ഒരു അപമാനവും വരാനില്ല. എല്ലാം നേരെയാവും. നിനക്കുറപ്പുണ്ടോ? ആ, കുറച്ചു കഴിഞ്ഞ് ഞാൻ അച്ഛനെ വിളിച്ചു നോക്കാം. അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.